രാമ 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 ഓം കാളംഭോദനിഭം ശരാസനമിളത്പ്രോദ്യത്കരംഭോരുഹം സീതാലക്ഷ്മണസേവിതം കപിഗണൈ രക്ഷോഗണൈശ്ചാവൃതം ദേവബ്രഹ്മ ഭവാദിഭിർബഹുവിധൈ സ്തോത്രൈശ്ച സംസേവിതം രാമം രാക്ഷസ ധൂമകേതുമനിശം വന്ദേ ദശസ്യന്തകം. ശരണമയ്യപ്പ. ഹരേ. എല്ലാവർക്കും നൂറായിരം സ്നേഹാശംസകൾ. സ്വാമിയേ ശരണമയ്യപ്പ. ജയ് ശ്രീരാം. വളരെ സന്തോഷത്തിൻ്റെ നാളുകളാണ് നമുക്ക് ഭാരതീയ ഹൈന്ദവ സമൂഹത്തിന്. എന്താണ്, എങ്ങും എവിടെയും പോസിറ്റീവും നന്മയും മാത്രം ദർശിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഹൈന്ദവ സമൂഹം കടന്നു പോകുന്നത്. അതിന് മീഡിയ വൺ ചാനലും കൈരളി ചാനലും കാവ്യവൽക്കരണം എന്ന് പറയും. കാവ്യവൽക്കരണം, എനിക്കത് വളരെ സന്തോഷമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കാണുക മീഡിയ വണ്ണും കൈരളി ചാനലും. കാരണം എന്താണ്, അവർ വളരെ വൾഗറായിട്ട് ചിത്രീകരിക്കും ഈ കാവ്യവൽക്കരണം. അത് എനിക്ക് എൻ്റെ ആത്മാഭിമാനമായിട്ട് ഞാൻ കാണുന്നു. രാമായണത്തിൻ്റെ ഇന്നത്തെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദികാവ്യമായ രാമായണം, ഈ രാമായണത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 500 വർഷം മുന്നേ ബാബർ എന്ന തുർക്കിയിൽ നിന്നും വന്ന മുസൽമാൻ അടിച്ച് തകർത്ത് നശിപ്പിച്ച ശ്രീരാമക്ഷേത്രം, ആ സ്ഥലത്ത് രാജോചിതമായ ഒരു ശ്രീരാമക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്ന് നിത്യപൂജാദികൾ വിധിപ്രകാരം നടത്തുകയും മാനവ രാശിക്ക്, മുസ്ലിം സഹോദരന്മാർ, ഞാൻ നെഞ്ചോട് ചേർക്കുന്ന എൻ്റെ ഭാരതീയരായ മുസ്ലിം സഹോദരങ്ങൾ പൂർണ്ണ പിന്തുണയോടുകൂടി, അവരുടെ പൂർണ്ണ പിന്തുണയോടുകൂടി, അവരുടെ സഹകരണത്തോടുകൂടി അവർക്കും കൂടെ ആരാധിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ശ്രീരാമക്ഷേത്രം. അപ്പോഴാണ് രാമമാഹാത്മ്യം നിങ്ങൾ ഉൾക്കൊണ്ടേണ്ടത്. കാരണം നരേന്ദ്രമോദി 1ാമത് ഇലക്ഷനിൽ വിജയിച്ചു വന്നു. 2ാമത് ഇലക്ഷനിൽ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, ഞാൻ വീണ്ടും അധികാരത്തിലേറുകയാണെന്നുണ്ടെങ്കിൽ, വീണ്ടും അധികാരത്തിലേറിയാൽ ശ്രീരാമക്ഷേത്രം എന്ന സ്വപ്നം നടപ്പിൽ വരുത്തുമെന്ന്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അത് നടപ്പിൽ വരുത്തി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം 3ാമത് വീണ്ടും ഇലക്ഷനെ അഭിമുഖീകരിക്കലും വൻ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്തു. ശ്രീരാമഭക്തനായ നരേന്ദ്രമോദി. ഇതിൽ നിന്നും നാം എന്ത് മനസ്സിലാക്കണം? രാമായണ ഉപാസനയിലൂടെ, ശ്രീരാമ ഉപാസനയിലൂടെ, രാമമന്ത്രത്തിൻ്റെ ജയ് ശ്രീറാം എന്ന ശബ്ദത്തിൻ്റെ മഹനീയതയും ജീവിതത്തെ പരിവർത്തനം വരുത്തുകയും, ഈ രാമമന്ത്രം കൊണ്ടാണ് രത്നാകരൻ ആദികവിയായ വാത്മീകിയായി ഉയർന്നതുപോലെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജിയായി, രാഷ്ട്രപിതാവായി, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനുടമയായ ബ്രിട്ടീഷുകാരിൽ നിന്നും
സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നത് ഹേ റാം, ഹേ റാം, ഹേ റാം, രഘുപതി രാഘവ രാജാറാം. അതേ ഗുജറാത്തിൽ നിന്ന് തന്നെയാണ് നരേന്ദ്രമോദിജിയും ഈ രാമമന്ത്രം കൊണ്ട് ഈ ഭാരതത്തെ വിശ്വഗുരുവാക്കി ഉയർത്തുന്നത്. ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണവും ഇതിനേക്കാൾ വലിയൊരു തെളിവും നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഈ രാമായണം നാം ജീവിതത്തിൽ പഠിക്കണം, ശ്രവണ പഠന കേൾക്കണം, പഠിക്കണം, ശ്രവണ പഠന മനന നിധിധ്യാസവം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പോൾ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയാണ് രാമായണത്തിലെ പ്രതിപാദ്യ വിഷയമെന്ന് ഏതൊരു കുട്ടിക്കും അറിയാം. രത്നാകരൻ്റെ ജീവിത ദുഃഖം, അപ്പോൾ രത്നാകരൻ അനുഭവിക്കുന്ന ജീവിത ദുഃഖം, ആ ജീവിത ദുഃഖം, ആ ശോകം ശ്ലോകമായതാണ്. 24,000 ശ്ലോകമായി വികസിച്ചതാണ്. രാമനാമത്തിൻ്റെ മഹിമയാണ്, വികസന മന്ത്രമാണ് രാമായണം. എന്താണ്? മാനിഷാദാ പ്രതിഷ്ഠാന്തമഗമ ശശ്വതി സമ യത്ക്രൗഞ്ച മിഥുനാംനേക മവുധിം കാമമോഹിതം. നമുക്കറിയാം, ഈ നെഗറ്റീവിൽ നിന്നും ഒരു പോസിറ്റീവിലോട്ടുള്ള ഉയർച്ച. ഇവിടെ ഇണപ്പക്ഷികളുടെ ധർമ്മം, ഇവിടെ വേടൻ്റെ ധർമ്മമുണ്ട്. വേടനെ വേട്ടയാടി കൊണ്ടുപോയ കുടുംബം, വേടൻ്റെ ധർമ്മം, ആദികവിയായ രത്നാകരൻ്റെ ധർമ്മം, അത് പഠിക്കുന്നവൻ്റെ ധർമ്മം, അത് പ്രചരിപ്പിക്കുന്നവൻ്റെ ധർമ്മം. അപ്പോൾ ധർമാധിഷ്ഠിത ജീവിതമാണ് രാമായണത്തിന് മുന്നോട്ട് വെക്കാനുള്ളത്. എന്താണ് ധർമ്മം? ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് സമൂഹത്തിനോടൊരു ധർമ്മമുണ്ട്, അതാണ് ഞാൻ ചെയ്യുന്നത്. ഹൈന്ദവ സംസ്കൃതിയിൽ ഒരു ബ്രാഹ്മണ കുലത്തിലെ, അങ്കിരസ കുലത്തിലെ, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദവ് പണ്ഡിതനും ഭാഗവതോത്തമനുമായ ശംഭുവാദ്യാരുടെ മകനെന്ന നിലയിൽ ഏവം പരമ്പരാപ്രാപ്തം, ആ പരമ്പരയിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണ ധർമ്മമാണ് വേദങ്ങളെയും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും പ്രചരിപ്പിക്കുക എന്നുള്ളത്. ആ ധർമ്മമാണ്. ഒപ്പം തന്നെ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ, എൻ്റെ പരമേശ്വരനിൽ തുടങ്ങി ശങ്കരാചാര്യരിലെത്തി എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളെ, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. ആ ഗുരുപരമ്പരയിലൂടെ എത്തിയ ഈ സംസ്കൃതി നിങ്ങളിൽ എത്തിക്കുകയാണ് എൻ്റെ ധർമ്മം. അപ്പോൾ പുത്രധർമ്മം, പിതൃധർമ്മം, മാതൃധർമ്മം, പുത്രീധർമ്മം, പൗരധർമ്മം, രാഷ്ട്രധർമ്മം, രാജധർമ്മം മുതലായ ധർമാചരണത്തിന് പ്രാപ്തമാക്കാൻ, കേപ്പബിളാക്കാൻ ഉയർത്തുകയാണ് രാമായണത്തിൻ്റെ ലക്ഷ്യം. നമുക്കറിയാം, ഇവിടെ ആ കാട്ടിലെ കഥയെന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അവിടെ ആ മാരീചൻ അവിടെ വന്നു നിൽക്കുന്നത് മാനായിട്ടല്ല, മായ പൊന്മാനാണ്. അപ്പം മായ പൊന്മാനായി ഈ പൊന്നിൻ്റെ പിറകെ, പൊന്നിൻ്റെ പിറകെ പോയപ്പോൾ, കാമത്തിൻ്റെ പിറകെ പോയപ്പോൾ രാമൻ പോയി. അപ്പോൾ സീതാമാതാജിക്ക് പോലും, ലക്ഷ്മിയുടെ അവതാരമായ സീതാമാതാജി പോലും ഈ പൊന്നിൻ്റെ കൂട്ടത്തിൽ പോയി. പിന്നീടുള്ള കഥ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ഉൾക്കൊള്ളണം നമ്മുടെ ജീവിതത്തിൽ. കാമം വർദ്ധിച്ചു കഴിഞ്ഞാൽ, കാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലയാളികൾ വിചാരിക്കുന്നതല്ല, അത്യാഗ്രഹത്തെയാണ് ഇവിടെ കാമം എന്ന് പറയുന്നത്. രാമൻ പോകും. അപ്പോൾ രാമൻ പോകണമെങ്കിൽ മോഹക്ഷയതി ഇതി മോക്ഷ, മോഹങ്ങൾ ക്ഷയിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് ദർശിക്കാൻ സാധിക്കും, ഒരു ലക്ഷ്മണരേഖ വരക്കുന്നുണ്ട് സീതയെ. ഈ ലക്ഷ്മണരേഖ കടന്നു കഴിഞ്ഞപ്പോഴാണ് വേഷം മാറി. ഇപ്പോൾ വേഷം മാറ്റമാണല്ലോ സമൂഹത്തിൽ മുഴുവൻ. സ്ത്രീയെ കണ്ടാൽ പുരുഷനാണെന്ന് തോന്നും, പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീയാണെന്ന് തോന്നും. ശരണമയ്യപ്പ ന്യൂജൻ്റെ കാര്യം ഞാൻ ഇവിടെ പറയില്ല. അപ്പോൾ ഈ വേഷം മാറി വന്ന നമ്മുടെ രാവണൻ സീതയെ കൊണ്ടുപോകുന്നത്
ഈ ലക്ഷ്മണരേഖയിൽ നിന്ന് പുറത്തു വന്നതല്ല. അപ്പൊ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു ലക്ഷ്മണരേഖയുണ്ട്. ഈ രാഷ്ട്രത്തിൽ നാം ജീവിക്കുന്ന സമയത്ത് ഒരു ലക്ഷ്മണരേഖയുണ്ട്. ആ ലക്ഷ്മണരേഖ കടക്കുമ്പോഴാണ് SDP-കാരിപ്പോൾ തീഹാർ ജയിലിൽ ഉണ്ടതിന്ന് കമ്പി എണ്ണുന്നത്. അപ്പൊ ടെററിസ്റ്റുകളാകാതിരിക്കാൻ നാം ഓരോ വ്യക്തികളും ലക്ഷ്മണരേഖ കടക്കരുത്. ഒരു ഭർത്താവിന് ലക്ഷ്മണരേഖയുണ്ട്, ഒരു ഭാര്യയ്ക്ക് ലക്ഷ്മണരേഖയുണ്ട്, വിദ്യാർത്ഥികൾക്ക് ലക്ഷ്മണരേഖയുണ്ടെന്ന് രക്ഷിതാക്കൾ പഠിപ്പിക്കണം. ഇല്ല എങ്കിൽ ഗുരുത്വം നശിക്കും. ഗുരുത്വം നശിച്ചാൽ സർവനാശം. അപ്പൊ ഈ ലക്ഷ്മണരേഖയൊക്കെ ഇതേ രീതിയിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. കാരണം AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലും സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലും ഏറ്റവും അൾട്രാ മോഡേൺ സയൻസുമായി കമ്പയർ ചെയ്തുകൊണ്ട് രാമായണം നമ്മളെ മക്കളെയും കൊച്ചുമക്കളെയും വരും തലമുറയെയും നമ്മൾ പഠിപ്പിക്കണം. രാമായണം എന്താണ് പഠിപ്പിക്കേണ്ടത്? നമുക്കറിയാം, ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പട്ടാഭിഷേകം തീരുമാനിച്ചു. അത് അതുപോലെ അങ്ങ് നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ രാമായണം ഒരു 150 ശ്ലോകം കൊണ്ട് അവസാനിക്കുമായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ കൈകേയി മന്ദരയുമായി കൂട്ടുകൂടിയപ്പോഴാണ് ഈ കുഴപ്പങ്ങൾ മുഴുവനും ഉണ്ടായിട്ട് രാമായണം മറ്റൊരു വഴിയിലേക്ക് തരംതിരിച്ചു വിടുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, നമ്മളൊന്നും ജീവിതത്തിൽ ഈ മന്ദരമാരുമായി കൂട്ടുകൂടരുത്. അധാർമികതയുമായി കൂട്ടുകൂടരുത്. മദ്യം, മയക്കുമരുന്ന്, മാംസം മുതലായിരിക്കുന്ന ലവ് ജിഹാദ് അടക്കമുള്ള ഈ ഈ മന്ദരമാരുമായി നാം കൂട്ടുകൂടരുത്. എന്താ കാരണം? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ കുലുമാൽ. അപ്പോൾ ശ്രദ്ധിക്കണം, അവനവൻ നിരന്തരം ചെയ്യുന്ന കർമ്മഫലം, അതിൻ്റെ പ്രതിഫലം. ഇതാണ് ജീവിതം. അത് നമുക്ക് വ്യക്തമായി ദർശിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ പഠിക്കുന്നത് അധ്യാത്മരാമായണമാണ്. അധ്യാത്മരാമായണം മലയാളത്തിലുള്ളതാണ്. അതിൻ്റെ മൂലരാമായണമാണ് വേദവ്യാസ ഭഗവത്പാദ വിരചിതമായ അധ്യാത്മ രാമായണം. ആ അധ്യാത്മരാമായണത്തിൽ രാമായണത്തിൻ്റെ ഉത്തരകാണ്ഡത്തിൽ അവസാനം രാമഗീത എന്ന് പറയുന്ന ഒരു ഗീതയുണ്ട്. നമ്മൾ ഭഗവത്ഗീത നമുക്ക് സുപരിചിതമാണ്. അതുപോലെ എത്രയോ ഗീതകളുണ്ട്. ഗുരുഗീതയുണ്ട്, അങ്ങനെ ഒരുപാട് ഗീതയിലുണ്ട്. ഇവിടെ രാമഗീത രാമായണത്തിൽ ഉത്തരകാണ്ഡത്തിൽ 5-ാം സർഗത്തിൽ, അതായത് ഈ ശ്രീരാമൻ ഈ ഒരു കുളക്കടവ് എന്ന് കഥയൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പം ഏറ്റവും സേഫായ ഏറ്റവും നല്ല ഭൂമിയിലെ സ്ഥലം എവിടെയാണെന്ന് അന്വേഷിച്ചിട്ടാണ് ഈ ഋഷീശ്വരന്മാരുടെ വർണ്ണാശ്രമത്തിൽ സീതയെ കൊണ്ടാക്കുന്നത്. ഏറ്റവും സേഫ് സോൺ ആണത് എന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ലക്ഷ്മണൻ അവിടെ ചെന്ന് തിരിച്ചു വന്ന് ചോദിക്കുന്നുണ്ട്, അല്ലയോ ചേട്ടാ, എന്താണ് അവിടെ കൊണ്ടുവിടാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ, വരൂ ലക്ഷ്മണ, അവിടെ ഇരിക്കൂ. അങ്ങനെ ലക്ഷ്മണനോട് ശ്രീരാമൻ ഉപദേശിക്കുന്ന ഉപദേശമാണ് രാമഗീത. ശ്രീരാമ ലക്ഷ്മണ സംവാദമാണ്. അപ്പോൾ അതിൽ ശ്രീരാമഗീതയിൽ നല്ല ജീവിത ഗന്ധിയായ ഒരു മന്ത്രമുണ്ട്. അത് 55-ാമത്തെ മന്ത്രമാണ്. ആദൗജ മധ്യേജ തഥൈവ ചാന്തതോ ഭവം വിദിത്വാ ഭയശോകാരണം. ഭയത്തിൻ്റെയും ശോകത്തിൻ്റെയും കാരണമെന്താണ്? ദുഃഖ ദുരിതത്തിൻ്റെ കാരണമെന്താണ്? ആദൗജ മധ്യേജ എന്താണ്? ഹിത്വാ നമസ്തം വിധിവാദചോദിതം ഭജേ സ്വമാത്മാന മഥാഖിലാത്മനം.
ഇവിടെ വളരെ ബ്യൂട്ടിഫുള്ളായി വ്യാസഭഗവാൻ മനുഷ്യജീവിതത്തിൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. ആദൗജ മധ്യേജ തഥൈവ ചാന്തതോ ഭവം വിധിത്വാ ഭയശോകാരണം ഹിത്വാ സമസ്തം വിധിവാദചോദിതം ഭജേ സ്വമാത്മാന മഥാഖിലാത്മനാ. ശങ്കരാചാര്യർ പറയും, ജന്മദുഃഖം ജരാദുഃഖം ജായദുഃഖം പുനഃപുന സംസാര സാഗരം ദുഃഖം തസ്മൽ ജാഗ്രത ജാഗ്രതേ. ജനനം ദുഃഖമാണ്, വളർച്ച ദുഃഖമാണ്, മരണം ദുഃഖമാണ്, ജീവിതം മുഴുവൻ ദുഃഖമാണ്. അതുകൊണ്ട് റെഡ് അലേർട്ടാണ്, ബി 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 കെയർഫുൾ. അപ്പോ ഇവിടെ തസ്മൽ ജാഗ്രത ജാഗ്രത, ശ്രദ്ധിക്കണം. ഈറ്റില്ലത്ത് നിന്നും നാം ദുഃഖം കൊണ്ട് ജനിക്കുന്നു. ജനിച്ച് അംബ്ലിക്കൺ കോഡ് കട്ട് ചെയ്യുമ്പോൾ അംബ്ലിക്കൺ കോഡ് വഴി ഓക്സിജൻ കിട്ടിയത് പിന്നെ കിട്ടാതിരിക്കുമ്പോൾ അവിടെ ദുഃഖം ആരംഭിക്കുകയായി. ഈ ദുഃഖത്തോടുകൂടി ഈറ്റില്ലത്തിൽ നിന്നും പട്ടണത്തിലേക്കുള്ള പ്രയാണമാണ്, ദുഃഖസമുദ്രമാണ് ജീവിതം. അങ്ങനെ ദുഃഖസമുദ്രം ആകാതിരിക്കാനാണ് സമുദ്രതരണം. സമുദ്രം കടന്നുകൊണ്ട് സീത എന്ന മഹാലക്ഷ്മിയെ സ്വന്തമാക്കുന്നത് രാമൻ. ഈ ദുഃഖസമുദ്രത്തിൻ്റെ അപ്പുറത്തെത്തണം. ഇതാണ് രാമായണത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു വിഷൻ. അപ്പോൾ ഭയശോക കാരണം, ഭയം എന്താണ്? ഭയം ദ്വിതീയാൽ വൈ ഭയം ഭവതി. ഞാനും രാമനും രണ്ടാണെന്ന് കാണുമ്പോഴാണ് അവിടെ ഭയത്തിന് കാരണം. എന്താണ് ശോക കാരണം? മരണഭയം. സമസ്ത ജീവജാലങ്ങളുടെയും ദുഃഖത്തിന് കാരണമാണ് മരണദുഃഖം. അപ്പോൾ മരണഭയത്തെ അതിവർത്തിക്കുന്നതാണ് എന്ത്? രാമായണം. അത് നാം പഠിക്കണം. എന്നിട്ടോ അവിടെ തുടർന്ന് ഭഗവാൻ പറയുന്നു, ഹിത്വാ സമസ്തം വിധിവാദ ചോദിതം. ഹിത്വാ സമസ്തം. നമ്മൾ ആദ്യം കേട്ട മന്ത്രം കളംബോധനിഭം ശരാസനമിള പ്രോദ്യത്കരാംഭോരുഹം എന്നുള്ള മന്ത്രം നമ്മുടെ തന്ത്രസമുച്ചയത്തിലാണ്. ശ്രീരാമ പ്രതിഷ്ഠയ്ക്ക് തന്ത്രി ഉപയോഗിക്കുന്നതാണ്. മേശാന്തിമാർ ആവാഹനത്തിന് ഉപയോഗിക്കുന്നതാണ്. അതിനകത്ത് പറയുന്നുണ്ട്, രാമം രാക്ഷസ ധൂമകേതു മനുഷ്യം വന്ദേ ദശാസ്യന്തകം. ഈ 10 തരത്തിലുള്ള ആസുരീക ബുദ്ധി. അവന് 10 തലയാന്ന് പറയില്ലേ, അവന് തല ഒന്ന് കൂടുതലാന്ന് പറയില്ലേ, എല്ലൊന്ന് കൂടുതലാന്ന് പറയും. അത് ധൈര്യത്തിന് എല്ല് കൂടുതലാന്ന് പറയും, ബുദ്ധിക്ക് തല കൂടുതലാന്ന് പറയും. അപ്പൊ രാമം ആരാണ്? രാക്ഷസീയ ബുദ്ധി, ആസുരീക ബുദ്ധി. ധൂമം, പുകമറകൾ സൃഷ്ടിക്കുന്നത്. കേതു, നെഗറ്റീവ് എനർജി. മനുഷ്യം, സർവത്തിനെയും. ഇവിടെയാണ് ഹിത്വാ സമസ്തം. ഹിത്വാ സമസ്തം വിധിവാദ ചോദിത. എന്താണ് ഇവിടെ? ഹിത്വാ സമസ്തം, സമസ്ത ബോണ്ടേജുകൾ ഒഴിവാക്കണം. ഇവിടെ എനിക്കെൻ്റെ അച്ഛനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, ഒഴിവാക്കാൻ പറ്റില്ല. എനിക്കെൻ്റെ അമ്മയോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, അത് ഒഴിവാക്കാൻ പറ്റില്ല. എനിക്കെൻ്റെ ഭാര്യയോടും മക്കളോടും അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, ഇത് ഒഴിവാക്കാൻ പറ്റില്ല. എനിക്കെൻ്റെ സഹോദരി സഹോദരന്മാരോടും അവരുടെ ഭർത്താക്കന്മാരോടും അവരുടെ കുട്ടികളോടും എനിക്ക് എന്തുണ്ടാവും? അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, ഒഴിവാക്കാൻ പറ്റില്ല. ഇതൊന്നും ഒഴിവാക്കണമെന്ന് വേദശാസ്ത്രങ്ങളൊന്നും പറയുന്നില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ മിക്കവാറും ഇത് ഫോളോ ചെയ്യില്ലായിരുന്നു. പിന്നെ ഇവിടേക്ക് എന്താ പറയുന്നത്? ഹിത്വാ സമസ്തം. ഈ സമസ്ത ബോണ്ടേജ് ഒഴിവാക്കണം. ഒരു ബന്ധവും വെൽഡ് ചെയ്യരുത്. ഒരു ബന്ധവും ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കരുത്. കാറിന് 5ാമത്തെ ടയർ നട്ടും ബോൾട്ടും വെച്ചിട്ടാണ് ഉള്ളത്. ജനലുകളും വാതിലുകളൊക്കെ കേടുവന്നാൽ മാറ്റാൻ വേണ്ടി വിജാഗിരി വെച്ചിരിക്കുകയാണ്. സ്ക്രൂ വെക്കാം, നട്ടും ബോൾട്ടും ഉപയോഗിക്കാം. വെൽഡ് ചെയ്ത് വെക്കരുത് ഒരു ബന്ധവും. ഹിത്വാ സമസ്ത, ഹിത്വാ സമസ്തം വിധിവാദ ചോദിത. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കാം. നമുക്കറിയാം ശ്രീരാമൻ്റെ വനവാസം. വനവാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വനം, കളകൾ അത് തന്നാലെ കിളിർത്ത് വരുന്നതാണ്. അതേ സമയത്ത് പൂന്തോട്ടം
അതുപോലെ തന്നെ റബ്ബർ തോട്ടം, തെങ്ങിൻ തോട്ടം, കവുങ്ങും തോട്ടം, കൃഷി, ഇതിനൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ഇതുപോലെ ശ്രദ്ധ കൊടുത്ത് രാമായണം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭജേ സ്വമാത്മാനം, ഭജേ സ്വമാത്മാനം, ഭജിക്കണം. എവിടെ? അയോധ്യയിലെ രാമൻ അയോധ്യയിലെ നാലമ്പലത്തിലും അതുപോലെ ദർശനം നടത്തി ആ രാമനെ, രാമവിഗ്രഹം ദർശിച്ച് വിഗ്രഹത്തിലുള്ള വിശേഷ ഗ്രാഹ്യതേ ഇതി വിഗ്രഹം, ആ വിഗ്രഹ തത്വം നാമമായി ജപ ലയ സമൃദ്ധിയിലൂടെ നാം നാലമ്പലത്തിൽ നിന്നും അയോധ്യയിൽ നിന്നും രാമനെ കൊണ്ടുവരണം. അപ്പൊ നമുക്ക് ഭജേൽ സ്വമാത്മാനം ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് അദ്വൈതമായ രാമനെയാണ് നമുക്കിവിടെ ദർശിക്കാൻ. മയ്യേവ സകലം ജാതം മയി സർവം പ്രതിഷ്ഠിതം മയി സർവലയം തദ് ബ്രഹ്മദ്വയോസ്മ്യഹം. എന്നിലാണ് രാമൻ, എന്നിലാണ് പ്രപഞ്ചം, എന്നിലാണ് ജനനം, എന്നിലാണ് വളർച്ച, എന്നിൽ തന്നെയാണ് ഇത് ലയിച്ചു ചേരുന്നത്. അപ്പോൾ ശ്രീശങ്കര ഭഗവത്പാദരി ഒരു പ്രാതസ്മരാമി സ്തോത്രമുണ്ട്. അതിനകത്ത് വളരെ മഹിമയായിട്ട് ആത്മമഹിമയെ പറയുന്നവരുണ്ട്. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം സച്ചിസുഖം പരമഹംസ ഗതിന്തുരീയം യസ്വപ്നജാഗര സുഷുപ്തിമവൈക നിത്യം തദ്ബ്രഹ്മ നച ഭൂതസംഘം. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം, അവനവൻ്റെ ഹൃദയത്തിലുള്ള ആത്മതത്വം. അപ്പോൾ ഈ ശ്രീരാമ ക്ഷേത്രങ്ങളിലും നാലമ്പല ദർശനത്തിലും ആ രാമതത്വം ഹൃദയത്തിൽ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് ഭജേ സ്വമാത്മാന മഥാഖിലാത്മനാം, അഖിലാത്മനാം, പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായി നിലനിൽക്കുന്ന ആ ചൈതന്യത്തിൻ്റെ പേരാണ് രാമൻ. രമതേ സർവഭൂതേഷു ചാപരേഷു ചരേഷു ച, അന്തരാത്മാവായി. ഇത് പൂർണ്ണാവതാരം എടുത്ത കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഈശ്വരൻ എവിടെയാണെന്ന്. ഈശ്വര സർവഭൂതേഷു ഹൃദ്ദേശർജുന തിഷ്ഠതി. അർജുന, ഞാൻ നിലനിൽക്കുന്നത് സർവചരാചരങ്ങളുടെയും ഹൃദയത്തിലാണ്. ശ്രീരാമൻ രാമായണത്തിൽ ഉത്തരകാണ്ഡത്തിലെ 5-ാം സർഗത്തില് 55-ാമതായിട്ട് രാമഗീതയിൽ പറയുന്നു എന്ത്? ഭജേ സ്വമാത്മാന അഖിലാത്മാനം, സർവചരാചരങ്ങളിലെയും ആത്മാവാണെന്ന്. അപ്പോൾ എന്താണ് ആ ഒരു നില നമ്മുടെ മനസ്സിൽ വരുന്നതാണെങ്കിലോ ഏത് പ്രതികൂല സാഹചര്യത്തിലും ജീവിതം സുന്ദരവും മംഗളകരവുമായി ആനന്ദപ്രദമായി എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ള ജീവിതം, അതാണ് രാമായണം. നമ്മുടെ ഹൃദയം അതാണ് രാമൻ. നമ്മുടെ ഭാരതീയ ഹൈന്ദവ സംസ്കാരം അതാണ് രാമായണം. ഏവം പരമ്പരാപ്രാപ്തം, ഇത് പരമ്പരയായി നാം കൊണ്ടു നടക്കണം. കൊണ്ടു നടന്നു കഴിഞ്ഞാലോ ഒരു തുളസീദാസ രാമായണത്തിലൊരു രാമനുണ്ട്. എന്താണ്? 14 വർഷം വനവാസത്തിന് പോകുമ്പോൾ രാമൻ്റെ മുഖം പുഞ്ചിരിച്ചുകൊണ്ടാണ്. ഇതേ രാമൻ തന്നെയാണ് പിന്നീട് പട്ടാഭിഷേകത്തിന് വസിഷ്ഠ ഋഷി എന്ന് പറയുമ്പോഴും. അപ്പോൾ ആ മുഖത്തിലോട്ട് നമ്മളൊക്കെ ഉയർന്ന് നമ്മുടെയൊക്കെ ജീവിതം സന്തോഷപ്രദമായി ആനന്ദപ്രദമായി കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബ ജീവിതം രാമായണ പഠനത്തിലൂടെ കൊണ്ടു നടക്കണം. എങ്കിൽ മാത്രമേ ഋഷികരണം നടക്കുള്ളൂ. ആദി കാവ്യമായ രാമായണത്തിന് പറയുന്നത് ഭാര്യ ഭർത്തൃ ജീവിത ഊഷ്മളതയാണ്, ഉജ്ജ്വലമായ ദാമ്പത്യമാണ്, അന്ത്യനിമിഷം വരെ ആസ്വാദ്യകരമായ ജീവിതം. അത് മക്കൾക്കും കൊച്ചുമക്കൾക്കും പേരക്കിടാങ്ങൾക്കും മാർഗദർശികളായ പ്രചോദനപ്രദമായ ഇൻസ്പിരേറ്റഡ് ഫാമിലിയായി നാം ഉയരണം. അപ്പോൾ ജീവിതം മധുവിധു മഹോത്സവമാക്കി പരാതികളില്ലാത്ത പരിഭവമില്ലാത്ത. കാട്ടിലോട്ട് പോകുമ്പോൾ സീതക്കൊരു പരിഭവവും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. ഇത് എല്ലാ അമ്മമാരും പെങ്ങന്മാരും സഹോദരിമാരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അവനവൻ്റെ ഭർത്താക്കന്മാരോട് ഒരു കാരണവശാലും പരാതിയും നെഗറ്റീവും നോകാരം നെവർ സേസ് ടു നോ, ഇത്രയേ പറയാനുള്ളൂ വേദത്തിന്.
മുൻ ശബരിമല മേശാന്തി ശംഭുവാധ്യാരുടെ മകന് പറയാനുള്ളതും ഇതാണ്. ഒക്കെ അങ്ങോട്ട് ഓക്കെ അടിച്ച് വിട്ടേക്കുക. ഭാര്യ പറയുന്ന ഒക്കെ അങ്ങോട്ട് ഓക്കെ അടിക്കുക, ഭർത്താവ് പറയുന്ന ഒക്കെ അങ്ങോട്ട് ഓക്കെ അടിക്കുക. എന്താ നഷ്ടമുള്ളത്? ഇടത് ചെവിണ്ട് കേട്ട് വലത് ചെവിണ്ട് വിടുകയല്ല വേണ്ടത്, മറിച്ച് ഇടത് ചെവിണ്ട് കേൾക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു വിടണം. എൻ്റെ പുഞ്ചിരിച്ചു വെച്ചുകൊണ്ട് ഹായ് ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ തമാശ പറയുകയല്ല. എൻ്റെ അച്ഛനും അമ്മയിൽ നിന്നും ഞാൻ പഠിച്ചത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ്. അപ്പോൾ എല്ലാ അമ്പലത്തിലും നാലമ്പലത്തിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഭാര്യമാർ പോകുന്നതാണെങ്കിൽ പോയിട്ടാകുമ്പോൾ വഴിപാടുകൾ കഴിക്കണം, അർച്ചന കഴിക്കണം, പ്രസാദം കഴിക്കണം. എന്നിട്ട് പായസമൊക്കെ കൊണ്ടുവന്ന് ഭർത്താവിന് രാമൻ്റെ പ്രസാദമാണ് ഇതെന്ന് പറഞ്ഞ് കൊടുക്കണം. ഭർത്താക്കന്മാരാ പോകുന്നെങ്കിൽ ഞാൻ ശബരിമലയിൽ വരുന്ന എല്ലാ ഭക്തന്മാരോടും പറഞ്ഞ് മരവണ വാങ്ങിച്ച് ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്കണം. മഹാലക്ഷ്മിയെ പോലെ പൂജിക്കണമെന്ന്. പോലെയല്ല, മഹാലക്ഷ്മി തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ജീവിതം പരമശാന്തമായി സന്തോഷപ്രദമായി ആസ്വാദ്യകരമായി കൊണ്ടു നടക്കാൻ എല്ലാവരെയും ശ്രീരാമചന്ദ്രപ്രഭു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി ശരണമയ്യപ്പ. നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ഗ്രൂപ്പുകളിലോട്ടും ഇതെത്തിക്കണം. ഈ ധർമ്മം എല്ലാവരിലും എത്തിച്ച് എല്ലാവരുടെയും ജീവിതം ആനന്ദപ്രദമാക്കാൻ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊള്ളുന്നു. ശരണമയ്യപ്പ.